അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇരുമ്പ് ചീനച്ചട്ടിയൊക്കെ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഈ ഇരുമ്പ് ചീനച്ചട്ടി കാണുമ്പോൾ നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? എന്തായിരിക്കും ഈ ഇരുമ്പ് ചീനച്ചട്ടിയിൽ? ഇരുമ്പ് ചീനച്ചട്ടി സാധാരണ നമ്മൾ എന്താണ് ഇപ്പോൾ ചെയ്യുന്നത്? ആർക്കെങ്കിലും ഊഹിക്കാൻ പറ്റുമോ? കുറച്ച് പേർക്കെങ്കിലും മനസ്സിലാക്കണം. എന്നാൽ ദേണ്ട നോക്കിക്കോ, കറുത്തൊരു ഡൈയാണ് ഇരുമ്പ് ചീനച്ചട്ടി. എന്താണ്? കറുത്തൊരു ഹെയർ ഡൈ. കണ്ടോ? അപ്പോൾ ഈ ഒരു ഡൈ നമ്മൾ തലയിൽ തേച്ചാൽ നമ്മുടെ മുടി എന്ത് ചെയ്യും? കട്ട കറുപ്പാവും. അപ്പം നമുക്കൊന്ന് പരീക്ഷിച്ചാലോ? അപ്പം ഞാൻ കുളിയെല്ലാം കഴിഞ്ഞിട്ട് ചെറുതായിട്ടൊന്ന് എണ്ണമയം കൂടെ തേച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പം നല്ലൊരു കറുപ്പാണ് മുടിക്ക് കേട്ടോ. ഇതുണ്ടോ, നല്ല കട്ട കറുപ്പായിട്ടുണ്ട് മുടി. കണ്ടോ? അതുപോലെ തന്നെ നമ്മുടെ കൈ കണ്ടോ, ഈ ഞാൻ മുമ്പേ തേച്ചത് ആ കയ്യിലെ കറുപ്പ് വേണ്ട ഇങ്ങനെ നിൽക്കുക, കണ്ടോ, പോയിട്ടില്ല. കണ്ടോ? ഇത് കാണുമ്പോൾ മനസ്സിലാവും, നല്ല കറുപ്പ്. എനിക്ക് എത്രത്തോളം മനസ്സിലാവുമെന്ന് നിർത്തില്ല. കയ്യിലോട്ട് നോക്കിയാൽ കറുപ്പ് പിടിച്ചിരിക്കുന്നത് കണ്ടോ? കഴുകിയിട്ട് നമ്മുടെ എണ്ണയൊക്കെ തൂത്തപ്പോൾ ഇതുപോലെ കരിക്കട്ട കറുപ്പായിട്ടിരിപ്പുണ്ട്. നമ്മുടെ ഹെയർ ഡൈയുടെ കറുപ്പാണിത്. അതായത് നമ്മുടെ കെമിക്കൽ ഡൈ ഒക്കെ തേക്കുമ്പോൾ ഒരു കറുപ്പില്ലേ, അതുപോലെ എൻ്റെ കയ്യിൽ പിടിച്ചിരിക്കുകയാണ്, പോകുന്നില്ല കേട്ടോ. എൻ്റെ രണ്ട് കയ്യിലുമുണ്ട്. ഈ കയ്യിലുമുണ്ട് കണ്ടോ, ഈ കയ്യിലുമുണ്ട് കണ്ടോ. അപ്പോൾ ഇതുപോലെ നമ്മുടെ മുടി നല്ല കട്ട, ഒറ്റ യൂസിൽ തന്നെ മുടി നല്ല കട്ട കറുപ്പാക്കാൻ സഹായിക്കും കേട്ടോ. നോക്കി കഴുകിയതാണ് കയ്യെ, കണ്ടോ, പോകുന്നില്ല കണ്ടോ. ഇത് കണ്ടോ, ഒട്ടും പോകത്തില്ല കണ്ടോ. ഇതുപോലെ നമ്മുടെ മുടിയെ, വെളുത്ത മുടിയെ പിടിച്ചിരിക്കുവേ കണ്ടോ. ഹലോ ചക്കരകളെ, എല്ലാവരും എന്ത് പറയുന്നു? സുഖമായിട്ടും സന്തോഷമായിട്ടും ഇരിക്കുന്നു വിശ്വസിക്കുന്നു. ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറഞ്ഞാലും, ഇന്നത്തെ ഒരു ബ്യൂട്ടി ടിപ്സ് എന്ന് പറഞ്ഞാലും എന്തായിരിക്കും? ഇന്ന് നമുക്ക് നമ്മുടെ ഹെയറിൽ, അതായത് നരച്ച മുടിയെ ചെറുക്കാനായിട്ട് എന്തെങ്കിലും ചെയ്താലോ? റൂട്ടിൽ നിന്ന് വരുന്ന മുടിയൊക്കെ നല്ല കറുത്ത മുടിയായിട്ട് കിട്ടാനായിട്ടും നമ്മുടെ മുടിക്കൊക്കെ നല്ല കറുപ്പ് കിട്ടാനായിട്ടുള്ളതിന് നമ്മളൊരു ഹെയർ ഡൈ ഉണ്ടാക്കിയാലോ? മുടി കറക്കാൻ, നല്ല കട്ട കറുപ്പാകാൻ സഹായിക്കുന്ന ഒരു ഹെയർ ഡൈ ഉണ്ടാക്കിയാലോ? ഇന്ന് എങ്ങനെ ഇരിക്കുന്നു? അപ്പോൾ എല്ലാവരുടെയും ഒരു പ്രശ്നമാണ് നര വന്നു കഴിഞ്ഞാൽ ഒട്ടുമിക്ക ആൾക്കാർക്കും ടെൻഷനാണല്ലേ. ഞാൻ എപ്പോഴും പറയുന്ന പോലെ പ്രായമാകുമ്പോൾ നര വരുന്നത് സ്വാഭാവികമല്ലേ. പക്ഷെ അതിന് മുമ്പ് നര വരുന്നത് നമുക്കൊരു ബുദ്ധിമുട്ടല്ലേ. അപ്പോൾ അങ്ങനെയുള്ളവർക്കും ഇപ്പോൾ ഇനിയിപ്പം പ്രായമായിട്ട് നര വന്നിട്ടൊരു വിഷമം ഉണ്ടായവർക്കും എല്ലാവർക്കും പറ്റിയ ഒരു നാച്ചുറൽ ഹെയർ ഡൈ ആണ് ഞാനിന്ന് കാണിക്കുന്നത്. അപ്പോൾ ഇതെല്ലാവർക്കും, കുട്ടികൾ മുതൽ ആർക്ക് വേണമെങ്കിലും തേക്കാം. ഒരു പായ്ക്കായിട്ട് നിങ്ങൾക്ക് ഇത് ഇടയ്ക്ക് ഇട്ടുപോവുക ഒക്കെ ചെയ്യാം കേട്ടോ. അതുപോലെ തന്നെ കെമിക്കൽ ഡൈ ഒരുപാട് യൂസ് ചെയ്തിട്ട് ചൊറിച്ചിൽ, കഴിഞ്ഞ ദിവസം എന്നെ ഒരു ചേച്ചി കോൾ ചെയ്തിട്ടുണ്ടായിരുന്നു. കെമിക്കൽ ഡൈ അത്യാവശ്യത്തിന്, അവർ ഡൈ യൂസ് ചെയ്യുന്ന ഒരാളാണ്. പക്ഷെ പെട്ടെന്ന് ഒരു അത്യാവശ്യം എമർജൻസിക്ക് എന്തോ പുറത്തോട്ടോ എന്തോ ഫംഗ്ഷനോ അങ്ങോട്ട് പോകാൻ വേണ്ടിയിട്ട് പുള്ളിക്കാരി ഈ ഒരു ഹെയർ ഡൈ ഉപയോഗിച്ച് കഴിഞ്ഞിട്ട് അവർക്ക് ഭയങ്കര തല ചൊറിച്ചിലും തല നീറ്റലും ഒക്കെ ആയിട്ട് പ്രശ്നമായിരുന്നു. അപ്പോൾ ഒരു കാര്യം ഓർക്കുക, കെമിക്കൽ ഡൈ യൂസ് ചെയ്തിട്ട് ഇങ്ങനത്തെ ഒരു PPD അലർജി വന്നു കഴിഞ്ഞാൽ പ്രശ്നമാകും. പിന്നെ നിങ്ങൾക്ക് ഒരു വക, അതായത് ശരിക്കും പറഞ്ഞാൽ ഒരു നാച്ചുറൽ ഒരു ഹെയർ പാക്ക് പോലും ഇടാൻ പറ്റാത്ത അവസ്ഥയാകും. അതുകൊണ്ട് കഴിവതും നിങ്ങൾ എന്താ പറയുക, കെമിക്കൽ ഡൈ ഉപയോഗിക്കാതിരിക്കുക. നാച്ചുറലായിട്ട് വീട്ടിൽ തന്നെയുള്ള സാധനങ്ങൾ ഉപയോഗിച്ച് പോവുക, അതാണ് ഏറ്റവും ബെറ്റർ. പിന്നെ നമുക്ക് മുടി അത്യാവശ്യം ഒന്ന് കറുപ്പിക്കാനായിട്ട് ടച്ചപ്പ് ചെയ്യാനായിട്ടുള്ള പൊടിക്കൈകളൊക്കെ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. അതൊക്കെ വെച്ച് നിങ്ങളൊന്ന് ടച്ചപ്പ് ചെയ്തുകൊണ്ട് പോവുക. അല്ലാതെ കെമിക്കൽ ഡൈ യൂസ് ചെയ്യും തോറും നിങ്ങളുടെ മുടി കൊഴിച്ചിൽ കൂടും, മുടിനര കൂടും. അതുപോലെ തന്നെ എന്താണ്, ചൊറിച്ചിലും കാര്യങ്ങളും ഡാൻഡ്രഫും ഒക്കെ വരും. അപ്പോൾ അതെല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ ഇന്ന് നമുക്ക് നാച്ചുറലായിട്ട് തന്നെ വീട്ടിൽ തയ്യാറാക്കി എടുക്കാവുന്ന അടിപൊളി ഒരു മുടി കറുപ്പിക്കാൻ സഹായിക്കുന്ന അടിപൊളി ഒരു ഹെയർ ഡൈ തയ്യാറാക്കി എടുത്താലോ? അതിനു മുമ്പായിട്ട് എന്താണ്, ഇതുവരെയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത പുതിയ കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. വീഡിയോ ഇഷ്ടമാകുകയാണെങ്കിൽ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങളൊരു കുഞ്ഞു ലൈക്ക് തരാനും മറന്നുപോലെ. അപ്പം വീഡിയോ എല്ലാം നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് കിട്ടണമെങ്കിൽ നിങ്ങൾ എന്താണ്, നോട്ടിഫിക്കേഷൻ ഡയറക്റ്റായിട്ട് വരണമെങ്കിൽ ആ ബെല്ലൈക്കൻ കൂടി ഒന്ന് പ്രസ് ചെയ്യാൻ മറന്നുപോലെ. അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് വീട്ടിലോട്ട് പോയാലോ? എന്നാൽ ഓടിവായോ. ആ ഒരു നാച്ചുറൽ ഹെയർ ഡൈ തയ്യാറാക്കാനായിട്ട് വേണ്ട സാധനം എന്ന് പറഞ്ഞാൽ നമ്മുടെ മാതള നാരങ്ങയുടെ തൊണ്ടാണ് കേട്ടോ. ഇത് ഒരു കറയുണ്ട് ഇതിന്, നമ്മുടെ മുടിയെ കറുപ്പിക്കാൻ സഹായിക്കുന്നു. അതുപോലെ തന്നെ കറിവേപ്പില എല്ലാവർക്കും അറിയാമല്ലോ, മുടിയെ കറുപ്പിക്കാൻ സഹായിക്കുന്നതെന്നുള്ള, മുടി വളരാനായിട്ടും ഒക്കെ മുടിക്ക് ഏറ്റവും നല്ല ഗുണങ്ങളാണ് കറിവേപ്പില. അതുപോലെ തന്നെ നെല്ലിക്ക നമ്മുടെ മുടിയെ നരയെ ഒത്തിരി തടഞ്ഞു നിർത്തും. നര വരാതെ സഹായിക്കുന്ന ഒരു ഘടകമാണ് നമ്മുടെ ഈ ഒരു നെല്ലിക്ക കേട്ടോ. അപ്പോൾ ഇനി ഒരു 3/4 കപ്പ് വെള്ളത്തിലേക്ക് നമുക്കത് ഈ ഒരു സ്പൂണിന്, ഈ പൊടിയൊക്കെ എടുക്കാൻ ഉപയോഗിക്കുന്ന സ്പൂണില്ലേ, ആ ഒരു സ്പൂണിന് 3 സ്പൂൺ നിറച്ച് തേയിലപ്പൊടി ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇത് നന്നായിട്ട് തിളച്ചിട്ട് ഈ തേയിലയുടെ നല്ലതായിട്ടുള്ള ഇറങ്ങണം കേട്ടോ. അതിനകത്ത് വേണം നമുക്ക് എന്താ പറയുക, നമ്മുടെ ആ കൂട്ട് അരച്ചെടുക്കാനായിട്ട്. അപ്പോൾ നല്ലതായിട്ടൊന്ന് തിളക്കട്ടെ.
ഇപ്പം നല്ലതായിട്ട് തേയിലപ്പൊടി നന്നായിട്ട് തിളച്ചിറങ്ങി കളറൊക്കെ കണ്ടോ, നല്ലൊരു കളറായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയും ടീസ്പൂൺ നിറച്ച് തന്നെ ഇടണം കേട്ടോ. അത് കണ്ടോ, നല്ല കളറായിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് അരിച്ചെടുക്കാം. അപ്പോൾ കട്ടൻ ചായ നല്ലപോലെ അരിച്ചെടുത്തൊരു പാത്രത്തിൽ വെച്ചിട്ട് നല്ല ചൂടാണ്. ഞാൻ കൂടെ കറിവേപ്പിലയും നമ്മുടെ നെല്ലിക്കയും അതുപോലെ തന്നെ പോമിഗ്രാനറ്റിൻ്റെ, അതായത് പോമിഗ്രാനറ്റിൻ്റെ ഇതുകൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. മാതളനാരങ്ങയുടെ തുണ്ടും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇനി ഒരു കട്ടൻ ചായ ഒഴിച്ചിട്ടാണ് നമ്മളിത് നരച്ചെടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത് ഞാൻ നരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ഈ വേസ്റ്റ് ഒന്നും വേണ്ട, ഇതിൻ്റെ വെള്ളം മാത്രം മതി. അതൊന്ന് നമുക്ക് നല്ലപോലെ നരിച്ചെടുക്കാവേ. നമുക്ക് ഇതുപോലെ ഇരുമ്പ് ചീനച്ചട്ടിയാണ് വേണ്ട കേട്ടോ. ഇത് ഞാൻ ഓൺലൈനിൽ നിന്ന് വാങ്ങിച്ചാണ് അപ്പോൾ ഇരുമ്പിൻ്റെ തന്നെ ചീനച്ചട്ടിയാണ്, ചെറിയൊരു കടായിയാണ് കേട്ടോ. അപ്പോൾ ഇനി ഇതിനകത്തേക്ക് നമുക്ക് ഈ ഒരു കൂട്ടൊഴിച്ച് കൊടുക്കാവേ. അപ്പം ഒഴിക്കുമ്പം തന്നെ നല്ല രീതിയിൽ കറുപ്പ് നിറം വന്നു കഴിഞ്ഞു കണ്ടോ. അപ്പോൾ ഇതൊന്ന് കറുത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഒരു നെല്ലിക്കാപ്പൊടി കൂടെ കുറച്ച് ചേർത്ത് കൊടുക്കാം. ഒരു 2 ടീസ്പൂൺ നെല്ലിക്കാപ്പൊടി ചേർത്തിട്ടുണ്ട് കേട്ടോ. ഇനി അതുകൂടെ കൂട്ടിയിട്ട് നല്ലപോലെ ഒന്ന് കുറുക്കിയെടുക്കാവേ. നല്ല കറുപ്പ് നിറമായിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെ ഒന്ന് കുറുക്കിയെടുക്കാം കേട്ടോ. നല്ലൊരു കറുപ്പ് നിറമായിട്ടുണ്ട്, ചെറുതായിട്ട് കുറുകി വരുന്നുണ്ട്. അപ്പോൾ ഇരുമ്പ് ചീനച്ചട്ടിയുടെ ഗുണം നിങ്ങൾക്കറിയാമല്ലോ, നമ്മുടെ മുടിക്ക് ഒത്തിരി നല്ലതാണ്. ഇതിൻ്റെ ഇരുമ്പ് സത്ത് മുടി കറക്കാനായിട്ടൊക്കെ നല്ലതാണ് കേട്ടോ ഇരുമ്പ് സത്ത്. അതുകൊണ്ടാണ് നമ്മൾ ഇരുമ്പ് ചീനച്ചട്ടിക്കകത്ത് ഇത് മിക്സ് ചെയ്ത് വെക്കുന്നത്. നമ്മുടെ ആ ഒരു ഡൈ എല്ലാം നല്ലപോലെ ഇപ്പം തന്നെ നല്ല കറുപ്പായിട്ടാണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഞാനിപ്പോൾ തലേദിവസമാണ് ഇത് ഉണ്ടാക്കുന്നത് കേട്ടോ. തലേദിവസമാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇനി നമുക്കിതൊന്ന് അടച്ച് വെക്കാം, രാവിലത്തേന് എടുക്കാം കേട്ടോ. അത് കണ്ടോ, നല്ല കറുപ്പായിട്ടുണ്ട് കണ്ടോ. നല്ല രീതിയിൽ കറുപ്പ്, നമ്മുടെ മുടി വേരുകളെ തന്നെ കറുപ്പിക്കാൻ സഹായിക്കുന്ന ഒരു ഹെയർ ഡൈ ആണ്. അപ്പം നാളെ ബാക്കി ഞാൻ എങ്ങനെയാണെന്നൊക്കെ ഇവിടെ കാണിച്ചു തരാം. അപ്പം ഞാനിതൊന്ന് എല്ലാം ഒന്ന് വൃത്തിയായിട്ട് വെച്ചിട്ട് ഒന്ന് അടച്ച് വെക്കാൻ പോവാം കേട്ടോ. ഓക്കെ, ഞാൻ കൈ കഴുകിയിട്ട് ഇതിൻ്റെ ആ കറ പോകുന്നില്ല കണ്ടോ. കയ്യിൽ പിടിച്ചിരിക്കുന്ന കണ്ടോ കറ, കഴുകിയിട്ട് നഖത്തിലൊക്കെ കണ്ടോ കറ പിടിച്ചിരിക്കുന്നുണ്ടോ കറുപ്പായിട്ട്. ഇതുപോലെ നമ്മുടെ മുടിയെ പിടിച്ചിരിക്കും കേട്ടോ. കണ്ടോ, ഒരു പാത്രം വെച്ചിട്ട് അടച്ച് വെച്ച് കേട്ടോ. ഇന്നലെ ഉണ്ടാക്കി വെച്ച നമ്മുടെ നാച്ചുറൽ ഹെയർ ഡൈ നല്ല കറുത്ത് ഒരു പെണ്ണാണോ കടഞ്ഞെടുത്തൊരു മെയ്യാണേ എന്ന് പറഞ്ഞ പോലെ നല്ല കറുത്തതായിട്ട് വന്നിട്ടുണ്ട് കണ്ടോ. നല്ല രീതിയിൽ നമുക്ക് കറുപ്പ് കിട്ടിയിട്ടുണ്ട് കണ്ടോ. സൂപ്പറായിട്ട് നല്ല കറുത്ത് കിട്ടിയിട്ടുണ്ട് നമ്മുടെ ആ ഒരു ഹെയർ ഡൈ. ഇനി ഞാനിത് തലയിൽ അപ്ലൈ ചെയ്ത് കാണിക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ മുടിക്ക് നല്ല കറുപ്പ് കിട്ടാനായിട്ടും അതുപോലെ തന്നെ മുടി നര മാറാനായിട്ടും നരയൊക്കെ വരുമ്പോൾ അതിനെ തടഞ്ഞു നിർത്താനായിട്ടും റൂട്ടിൽ നിന്ന് വരുന്ന മുടിയൊക്കെ നല്ല കറുപ്പോടുകൂടി വരാനായിട്ടും ഡാൻഡ്രഫ്, ഹെയർ ഫോൾസ്, സ്പ്ലിറ്റൻ ഹെയർ, അതുപോലെ തന്നെ ചൊറിച്ചിൽ, തലവേദന, മൈഗ്രെയിൻ ഇതൊക്കെ മാറാനും സഹായിക്കുന്ന അടിപൊളി ഹെയർ ഓയിലാണ് നമ്മൾ പ്രിപ്പയർ ചെയ്ത് കൊടുക്കുന്നത്. നല്ല രീതിയിൽ നമുക്ക് മുടിക്ക് നല്ല കറുപ്പ് കിട്ടും കണ്ടോ. ഒറ്റ നര പോലും ഇല്ല എൻ്റെ മുടിയിൽ. ഈ 50-ാമത്തെ വയസ്സിലും എൻ്റെ മുടിയിൽ ഒരു നരയില്ല. അതുകൊണ്ട് നമ്മുടെ ഓയിലിൻ്റെ റിസൾട്ട് തന്നെയാണെന്ന് ഞാൻ 100% വിശ്വസിക്കുന്നു. അപ്പം ഇതാണ് നമ്മുടെ ഹെയർ ഓയിൽ, കറുത്തൊരു ഹെയർ ഓയിൽ. അപ്പോൾ ഈ കറുത്തൊരു ഹെയർ ഓയിൽ തേച്ചാൽ നമ്മുടെ മുടി കറുപ്പം മുടിയായിട്ട് മാറും. നരയൊക്കെ വരാതിരിക്കുകയും ചെയ്യും. നര വരുന്നവർക്ക് പിന്നീട് നര വരാതിരിക്കാനായിട്ട് സഹായിക്കുകയും ചെയ്യും. മുടി കട്ടയ്ക്ക് വളരാനായിട്ടും ഡാൻഡ്രഫും മുടികൊഴിച്ചിലും താരനും ചൊറിച്ചിലും തലവേദനയും മൈഗ്രെയിനും ഒക്കെ പോകാനായിട്ട് സഹായിക്കുന്ന അടിപൊളി ഒരു ഹെയർ ഓയിൽ ആണെങ്കിൽ വേണമെങ്കിൽ ഒന്ന് മേടിച്ച് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ കേട്ടോ. അപ്പോൾ വേണമെന്നുള്ളൊരു വാട്സപ്പിൽ വന്നാൽ മതിയേ. ഓക്കെ, നമ്മളുണ്ടാക്കുന്ന ഹെയർ ഓയിൽ തേക്കുന്നതുകൊണ്ട് മുടിക്ക് എന്താണ് നല്ലൊരു ഇതുണ്ടോ, ഒരു തിളക്കം കിട്ടുവേ. ഞാനിത് തലയിൽ തേക്കുവാണ്. ഇതിപ്പം നരച്ച മുടി കറക്കാൻ വേണ്ടി മാത്രമല്ല, നമ്മുടെ മുടി റൂട്ടിൽ നിന്ന് വരുന്ന മുടിയൊക്കെ നല്ല കറുപ്പായിട്ട് കിട്ടാനായിട്ടും ഒക്കെ നമ്മളിത് പതിവായിട്ട് ഇടയ്ക്കിടയ്ക്ക് തേച്ച് പോവുകയാണെങ്കിൽ നമ്മുടെ മുടിക്ക് സ്വാഭാവികം നല്ല കറുപ്പ് നിറമൊക്കെ കിട്ടും കേട്ടോ. എൻ്റെ തലയിൽ നരച്ച മുടിയില്ല. പിന്നെ ഇത് നമ്മുടെ ഇരുമ്പ് ചീനച്ചട്ടിയിൽ ഉണ്ടാക്കുന്നതുകൊണ്ട് ഇരുമ്പിൻ്റെ അംശവും കൂടെ ചേർന്ന് നല്ല മുടിക്ക് നല്ലതാണ്. ഇരുമ്പിൻ്റെ അംശം മുടി കറക്കാനായിട്ടൊക്കെ ഒത്തിരി സഹായിക്കുന്നു. അപ്പോൾ ഇതെന്താണ്, നമ്മൾ നല്ലൊരു മണം കേട്ടോ ഇതിന്, നല്ലൊരു ആയുർവേദ കൂട്ടിൻ്റെ മണം. അപ്പം നമ്മുടെ എന്താണ് ഈ പോമിഗ്രാനറ്റില്ലേ, നമ്മുടെ മാതളനാരങ്ങയുടെ തൊണ്ടിനകത്തൊരു കറയുണ്ട്, നമ്മുടെ നെല്ലിക്കായിലൊക്കെ ഉള്ളൊരു കറ പോലെ. അതാണ് നമ്മുടെ മുടിയെ കറുപ്പ് കിട്ടാൻ സഹായിക്കുന്നത് കേട്ടോ. പിന്നെ നമ്മുടെ കറിവേപ്പില അറിയാമല്ലോ, കറിവേപ്പിലയ്ക്കകത്തും നമ്മുടെ മുടിക്ക് ഉള്ള ഒരുപാട് ഗുണങ്ങളുണ്ട്. അപ്പോൾ ഇത് ഞാനൊന്ന് തേച്ച് പിടിപ്പിക്കുമ്പം തന്നെ നല്ലൊരു കറുപ്പാണ് കേട്ടോ. എൻ്റെ മുടി നല്ല കറുത്തിരിക്കുന്നതുകൊണ്ട് നിങ്ങൾക്ക് അതിനറിയത്തില്ല, എന്നാലും ഞാനും തേക്കുക. നരച്ച മുടി എനിക്കില്ലേ കാണിക്കാനേ, അതുകൊണ്ട് വേറെ ആരും ഇവിടെ ഇല്ല.
എൻ്റെ ഹസ്ബൻഡിൻ്റെ തലമുടിയെല്ലാം മുട്ടയടിച്ചേക്കുവാണ്. അതുകൊണ്ട് കാണിക്കാൻ ആരുമില്ല. അതുകൊണ്ട് നിങ്ങളിത് ചെയ്ത് നോക്കുക. ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾ അതിൻ്റെ റിസൾട്ട് മനസ്സിലാക്കുക കേട്ടോ. അപ്പം ഞാൻ എന്തായാലും ഈ ഫ്രണ്ട് ഭാഗത്തൊന്ന് തേച്ച് കാണിക്കാവേ. എന്തായാലും ഞാൻ കുളിക്കാൻ പോവാം. അപ്പോഴത്തേനൊന്നും തേച്ച് കാണിച്ചേക്കാം. ഇത് നമുക്കൊരു ഹെയർ പാക്കായിട്ടും നമുക്ക് യൂസ് ചെയ്യാം കേട്ടോ. ഇത് വേണം നമ്മുടെ കൈ കണ്ടോ, എടുക്കുമ്പം തന്നെ ഒരു കറുപ്പ് നിറം നിൽക്കും കണ്ടോ. അപ്പോൾ ഇനി ഇതിൽ കൂടുതൽ തേച്ചിട്ട് കാര്യമില്ല, കാരണം എൻ്റെ മുടി വെളുത്ത മുടിയില്ല കാണിക്കാനായിട്ട്, തേച്ച് കാണിക്കാൻ. അപ്പോൾ നിങ്ങൾ എന്തായാലും ഇത് പരീക്ഷിച്ച് നോക്കാൻ മറക്കല്ലേ. നിങ്ങളിത് തേക്കുമ്പം നിങ്ങളുടെ മുടി ഒറ്റ യൂസിൽ തന്നെ കറുത്തില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ വീണ്ടും വീണ്ടും 2-3 പ്രാവശ്യം ട്രൈ ചെയ്യുക കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് നല്ല റിസൾട്ട് കിട്ടും. എന്നിട്ട് ഇത് ഒരു മണിക്കൂറിന് കഴിഞ്ഞതിന് ശേഷം പ്ലെയിൻ വാഷ് ചെയ്തതിന് ശേഷം നിങ്ങൾ തലയിൽ തേക്കുന്ന എണ്ണ ഏതാണോ അത് പുരട്ടുക. അപ്പം നമുക്ക് മുടിക്ക് നല്ലൊരു കറുപ്പ് കിട്ടും ആ എണ്ണയും കൂടെ തേച്ച് കഴിയുമ്പം കേട്ടോ. അത് പ്രത്യേകം ശ്രദ്ധിക്കണേ. അതുപോലെ തന്നെ എന്താ പറയുക, ഈ പിന്നെ ഡൈ ചെയ്തവർ, അതുപോലെ തന്നെ സ്മൂത്തനിങ് ചെയ്തവർക്കൊന്നും പിടിക്കത്തില്ല. സ്ട്രൈറ്റനിങ് സ്മൂത്തനിങ് ചെയ്തവർക്കൊക്കെ പിടിക്കത്തില്ല, പാടാണ്. പിന്നെ ഡൈ ചെയ്തവർ, ഹെന്ന ഇട്ടവരൊക്കെ ഉണ്ടെങ്കിൽ പിന്നെ അതൊന്നും 2-3 പ്രാവശ്യം ചെയ്യുമ്പോൾ അത് പിടിക്കത്തുള്ളൂ. ഒന്നും ഇടാത്ത മുടിയിൽ, അതായത് വെറുതെ ഒന്നും തേക്കാതെ ഇരിക്കുന്ന മുടികൾക്ക് പെട്ടെന്ന് കയറി ഇത് പിടിക്കും കേട്ടോ. അപ്പം പിടിച്ചില്ല എന്നുണ്ടെങ്കിൽ 1-2 പ്രാവശ്യം ട്രൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് റിസൾട്ട് കിട്ടും. അതുകൂടാതെ തന്നെ നമുക്കിത് കൂടുതലും റൂട്ടിൽ നിന്ന് വരുന്ന മുടി കറുത്ത മുടിയായിരിക്കും. നല്ലപോലെ നല്ല ചെയ്തു പോവുകയാണ് നമ്മുടെ മുടിക്ക് നല്ല സ്വാഭാവിക നിറം തിരിച്ചു വരാൻ സഹായിക്കുന്ന ഒരു നാച്ചുറൽ ഹെയർ ഡൈ ആണ് കേട്ടോ. അപ്പം ഡൈ അലർജി മൂലം ബുദ്ധിമുട്ടുന്ന എല്ലാവരും എന്താണ്, ഈ ഒരു ഹെയർ ഡൈയെ പരീക്ഷിച്ച് നോക്കാൻ മറക്കല്ല കേട്ടോ. നമ്മുടെ വീട്ടിലുള്ള നാച്ചുറൽ സാധനങ്ങൾ കൊണ്ട് തയ്യാറാക്കുന്നതാണ്. മാതള നാരങ്ങ നമ്മൾ കഴിക്കുന്ന ഒത്തിരി ഗുണമാണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ. പക്ഷേ അത് കഴിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ ആ തൊണ്ട് വെറുതെ കളയല്ലേ. ആ തൊണ്ടും കൊണ്ട് ഇങ്ങനൊരു ഉപകാരമുണ്ട് കേട്ടോ. അപ്പോൾ അതും കൂടെ മിക്സ് ചെയ്ത് കഴിക്കുമ്പോൾ അതിനൊരു കറയുള്ളത് കൊണ്ട് തന്നെ നമ്മുടെ മുടിക്കൊരു കറുപ്പ് കിട്ടാൻ സഹായിക്കുന്നു. അപ്പോൾ എന്തായാലും ഇത് നിങ്ങൾ ചെയ്ത് നോക്കാൻ മറക്കല്ല കേട്ടോ. വാഷ് ചെയ്തതിന് ശേഷം 1 മണിക്കൂർ കഴിഞ്ഞതിന് പ്ലെയിൻ വാഷ് ചെയ്താൽ മതി. പിറ്റേ ദിവസം വേണം നിങ്ങൾക്ക് എന്താ പറയുക, മൈൽഡായിട്ട് ഷാമ്പൂ ഒക്കെ ഉപയോഗിക്കാം. അപ്പോൾ ഈ ക്രമേണ ഇത് ചെയ്തു പോകുന്നത് മൂലം നിങ്ങളുടെ മുടി നല്ല വൈറ്റ് ഹെയർ കുറഞ്ഞ് കറുത്ത മുടിയായിട്ട് വരും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ മറക്കല്ലേ. നോക്കിക്കേ, ഈ ഒരു കറ കണ്ടോ നമ്മുടെ കയ്യിൽ പിടിച്ചിരിക്കും കണ്ടോ. കളറ് മാറിയത് കണ്ടോ, കൈയുടെ കളറ് മാറിയത് കണ്ടോ. കണ്ടോ കണ്ടോ, ഒരു കളറ് പോലെ വരുന്നുണ്ട്. ഈ കൈയുടെ ഇവിടുത്തെ നിറമാണോ ഇവിടുത്തെ നിറം? അല്ലല്ലോ. കണ്ടോ, നമ്മുടെ മുടിയിൽ പുരട്ടുമ്പോൾ ഈ ഒരു കറുപ്പ് നിറം നമ്മുടെ മുടിയിലോട്ട് കയറി പിടിക്കും. അതാണ് ഞാൻ പറഞ്ഞത്. കൈ തേച്ചപ്പോൾ തന്നെയാണ് ഒരു കറ കണ്ടോ. ഈ ഒരു കറയാണ് നമ്മുടെ മുടിയെ, വെളുത്ത മുടിയെ കറുപ്പിക്കുന്നത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. റിസൾട്ട് കിട്ടുവാണെങ്കിൽ നല്ലതല്ലേ. അപ്പോൾ ഒന്ന് ചെയ്ത് നോക്കാൻ മറക്കല്ല കേട്ടോ. അപ്പോൾ എല്ലാവരും ഇത് ചെയ്ത് നോക്കാൻ മറക്കല്ലേ. അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നതിന് എല്ലാ കൂട്ടുകാർക്കും ടാറ്റ, ബൈ ബൈ.